ഞാൻ +1 പഠിക്കുമ്പോൾ പുറത്തിറങ്ങിയ ഒരു സിനിമ. ഇതിന്റെ പ്രൊഡ്യൂസർക്ക് വടകരയിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ സ്റ്റുഡൻസിന് ഈ പടത്തിന്റെ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടുമെന്നൊക്കെയുള്ള റൂമർ അന്ന് കേട്ടിരുന്നു. സത്യമാണോ എന്നറിയില്ല. എനിവേസ്, നമ്മുടെ സുരേഷ് ഗോപിയായിരുന്നു ഈ സിനിമയിലെ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ നായകനും അദ്ദേഹവും തമ്മിൽ അക്കാലത്തുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ മൂലമാണ് അത് നടക്കാതെ പോയത് എന്നും കേട്ടിട്ടുണ്ട്. ബട്ട് അത് നടക്കാത്തത് കൊണ്ട് തമിഴ് നടൻ ശരത് കുമാർ ശോഭി തിലകന്റെ ശബ്ദവും കൂടി കൂട്ടിച്ചേർത്ത് ഈ ഒരു കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഒരു ഇന്റർവ്യൂവിൽ സംവിധായകൻ ഹരിഹരനും MTയും പറയുന്നുണ്ട്, ആദ്യം അവർ പ്ലാൻ ചെയ്തിരുന്നത് തലക്കൽ ചന്തു എന്ന കഥാപാത്രത്തെ വെച്ചൊരു സിനിമയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സിനിമ വന്നാൽ അതിൽ പഴശ്ശിരാജയായി മറ്റൊരാൾ വരേണ്ടി വരും. അതുകൊണ്ട് അവർ നേരെ പഴശ്ശിരാജയുടെ കഥയിലേക്ക് മാറിയതാണെന്ന്. ഇനി ഇതിലെ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഇതിൽ ഭയങ്കര മജസ്റ്റിക് ആയിരുന്നു. ആളൊരു ആക്ടറാണ്, സാധാരണക്കാരനാണ്, പുള്ളി പഴയ രാജാവൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വേഷത്തിൽ പുള്ളി സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവർ ആ കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പഴശ്ശി തമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് മജസ്റ്റിക് ആയിരുന്നു പുള്ളി ഈ സിനിമയിൽ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഇളയരാജ എന്ന് പറയുമ്പോൾ ഇപ്പം മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ പഴയ പാട്ട് റീയൂസ് ചെയ്തതിന് കണ്ണിൽ കണ്ട പടങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിച്ചു നടക്കുന്ന ഒരാളായിട്ടാണ്. എന്നാൽ അദ്ദേഹം ശരിക്കും ആരാണ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പടത്തിൽ നായകന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അദ്ദേഹം ചെയ്തു വെച്ച ആ സ്കോർ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിലകൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വെളിച്ചത്തിന്റെ പുറകിൽ അവ്യക്തമായി ഒരു രൂപം കടന്നു വരുന്നതായി കാണിക്കുന്നു. ശേഷം പതുക്കെ ആ രൂപം ഫോക്കസിലേക്ക് വരുന്നു. ഇത് കാണുന്ന തിലകൻ ഞെട്ടുന്നു. ശേഷം വാളും പിടിച്ചുകൊണ്ടുള്ള കേരളവർമ്മയുടെ ആ ഒരു നടത്തം. ഇതാണ് രംഗം. ഈ സീനിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇളയരാജയുടെ റേഞ്ച്. എനിവേസ്, ഇതിന് മേലെ വെക്കാൻ പറ്റിയ ചരിത്ര സിനിമ മലയാളത്തിലുണ്ടോ? ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ കമന്റ്സ്.